നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് തൃപ്പരപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃപ്പരപ്പിലെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ തൃപ്പരപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. തൃപ്പരപ്പിലെ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ ബൈക്കും കാറും ഒക്കെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട്. ബൈക്കിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വാഹനമൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ അകത്തേക്കാണ് പോയത്. തൃപ്പരപ്പിൻ്റെ കൗണ്ടർ ഏരിയ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. തൃപ്പരപ്പിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് 10 രൂപയാണ് വരുന്നത്. ആൾക്കൊന്നിന് 10 രൂപയാണ് വരുന്നത്. ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകൾ കാണാവുന്നതാണ്. ബേഗ്, കുഞ്ഞു കുട്ടികളുടെ കളിപ്പാട്ടം, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ നമ്മൾ തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് നമ്മൾ കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഞായറാഴ്ചയാണ് പോയത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിപ്പം കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുകൾ ഭാഗത്തിൻ്റെ കുറച്ചങ്ങ് അപ്പുറത്താണ് ബോട്ടിങ് വരുന്നത്. അത് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴോട്ടേക്കാണ് പോകുന്നത്. താഴോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഇടത് സൈഡ് അവിടെ ഒരു ആനയെ കാണാവുന്നതാണ്. ആനയുടെ ഒരു ശില്പം കാണാവുന്നതാണ്. അപ്പോൾ അത് കൊച്ചു കുട്ടികൾക്ക് കളിക്കാവുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ താഴെ എത്തുമ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയാണ് എത്തുന്നത് കേട്ടോ. നമ്മൾ ഏറ്റവും താഴെ എത്തും. ഇതിൻ്റെ ഇപ്പോൾ കാണാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ എത്തുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുത്ത് പോയത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് ചിൽഡ്രൻസ് പാർക്കുണ്ട്. കൊച്ചു കുട്ടികൾ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. കുഞ്ഞു കുട്ടികൾക്ക് നരങ്ങി കളിക്കാവുന്ന ഒരു സെറ്റപ്പും പിന്നെ ഊഞ്ഞാൽ, ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആന ഇവിടെ ഉണ്ടെന്ന്, ആനയുടെ ശില്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൂടെ കയറി ഇതുപോലെ അകത്തൂടെ കയറി അപ്പുറത്തൂടെ ഞരങ്ങി അങ്ങ് പോകാവുന്നതാണ്. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് കേട്ടോ. താഴോട്ടുള്ള ഭാഗമാണ് ഇപ്പം കാണുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്കാണ് കേട്ടോ പോയത്. കാരണം ബോട്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബോട്ടിങ് നടക്കുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. നമ്മളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടക്കുമ്പോൾ ഒരു ബോർഡ് കാണാവുന്നതാണ്. ബോട്ടിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. ബോട്ടിങ്ങിന് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു തോട് കാണാവുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് അതിനെ തോടെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞു തോട് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ നമ്മളെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന ഒരു പാലമാണ് കേട്ടോ ഈ വരുന്നത്. ഈ പാലം കയറി നമ്മൾ അങ്ങ് അറ്റം എത്തുമ്പോൾ നമുക്ക് വലത്തോട്ടാണ് ബോട്ടിങ് വരുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ബോട്ടിങ്ങിന് 50 രൂപയാണ്. ആൾക്കൊന്നിന് 50 രൂപയാണ് വരുന്നത്. ഈ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലുകൊണ്ട് നമ്മൾ ചവിട്ടി മുന്നോട്ട് പോകുന്ന ആ ടൈപ്പ് ബോട്ടിങ്ങാണ് ഇവിടെ വരുന്നത്. നമ്മൾ ബോട്ടിങ്ങിന് കയറിയിട്ടില്ല. നമ്മൾ ബോട്ടിങ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. വീഡിയോയുടെ അവസാനമാകുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും ബോട്ടിങ് ചെയ്യുന്ന സ്ഥലം. നമ്മളിവിടെ നിന്ന് നേരെ പോയത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിങ് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരത്തെ താഴെ നോക്കിയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന വെള്ളമാണ് കേട്ടോ വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് പതിക്കുന്നത്. നമ്മൾ നേരത്തെ താഴെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് ഇനി കുറച്ചുകൂടെ നടക്കണം. കുറച്ചുകൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്തെത്തുന്നതായിരിക്കും. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ അറ്റത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്ന എൻഡ് ഭാഗം വരുന്നില്ലേ, അതാണ് വെള്ളം താഴേക്ക് പതിക്കുന്ന ഭാഗം. നമുക്കപ്പം അതിൻ്റെ അങ്ങറ്റത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പോകാതിരുന്നത്. തിരിച്ച് നമ്മൾ ബോട്ടിങ്ങിലേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു ആനയെ കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം കുളിക്കാനാണ് ആനയെ കൊണ്ടുവന്നത്. കുളിക്കാനല്ല, ഇത് അപ്പുറത്തെ കരയിലേക്ക് പോകുന്നതായിരുന്നു ഇത് കാണുന്ന ആന. ആന ഇവിടെ നിന്ന് പോകുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആന പോയതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ആനവരുടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്കാണ്. ഇതാണ് ബോട്ടിങ് ഏരിയ കേട്ടോ.
ബോട്ടിങ്ങിനൊക്കെ കുറച്ച് നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മളൊരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കോളിഫ്ലവർ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊരിച്ചൊരു കോളിഫ്ലവറാണ് വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക.